brothers have asked me to share about the family. ഇപ്പോൾ കുടുംബത്തെക്കുറിച്ച് പങ്കുവയ്ക്കാനാണ് സഹോദരന്മാർ പറഞ്ഞിട്ടുള്ളത്. And it is something which we all have heard much. പലപ്പോഴും വളരെയധികം നാം കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. And I want to share something which the Lord spoke to me recently about family. അടുത്തിടെ കുടുംബത്തെക്കുറിച്ച് എന്നോട് ദൈവം സംസാരിച്ച ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. Lot of issues, lot of problems happen in the families. കുടുംബങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. Mainly between husband and wife. പ്രധാനമായിട്ടും ഭർത്താവും ഭാര്യയും തമ്മിൽ അവർക്കിടയിൽ. And also between the parents and children. അത് മാത്രമല്ല മാതാപിതാക്കൾ മക്കൾ അവർക്കിടയിൽ. Lot of issues. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ especially between husband and wife. പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ. And each one wants to correct another person. Each one wants to set right the other person. ഓരോരുത്തരും മറ്റേ വ്യക്തിയെ തിരുത്താനും മറ്റേ വ്യക്തിയെ ശരിയാക്കാനുമാണ് വെമ്പൽ കൊള്ളുന്നത്. And in that effort we encounter big failures. ആ ശ്രമത്തിനിടയിൽ വളരെ വലിയ പരാജയങ്ങളാണ് നാം നേരിടാറുള്ളത്. And then you try to do that and it becomes more complicated as the days go by. നിങ്ങൾ അങ്ങനെ മറ്റേ വ്യക്തിയെ ശരിയാക്കാൻ നോക്കുന്നത് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും തോറും പ്രശ്നം കൂടുതൽ വഷളാവും. As brother said, I don't want to ask anyone to raise their hands. നിങ്ങൾ ആരും കൈ ഉയർത്തണം എന്ന് ഞാൻ നേരത്തെ സഹോദരൻ ചോദിച്ച പോലെ ഞാനും ചോദിക്കുന്നില്ല. I'm sure it will all speak to our hearts. നമ്മുടെ ഹൃദയത്തോട് നാം തന്നെ ചോദിക്കുക. It's very serious that the other day one young man was telling me that I don't want to get married because I have seen what marriage produces at home. ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറയുകയുണ്ടായി, എനിക്ക് വിവാഹം കഴിക്കേണ്ട, കാരണം ഈ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ കണ്ട് നിരാശപ്പെട്ട ഒരു വ്യക്തിയാണ്. I have seen how my parents react to one another. എന്റെ മാതാപിതാക്കൾ എങ്ങനെയാണ് അവർ അന്യോന്യം പെരുമാറുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് മടുത്തു. I don't want to get married and get into this problem again, create another mess, another family. കല്യാണം കഴിച്ച് ഇങ്ങനെ ഒരു കുടുംബമായിട്ട് വീണ്ടും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. Dear brothers, dear fathers and dear mothers, I want you to listen to this, what this young man said. പ്രിയ പിതാക്കന്മാരെ മാതാക്കന്മാരെ, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യം നിങ്ങളും ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. Because how it influences our children. നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റം സ്വാധീനിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. I don't want to have a wife, I don't want to have a husband, I don't want to have children, I don't want to have a family because I know what problems happen. എനിക്ക് ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, എനിക്ക് കുഞ്ഞുങ്ങൾ വേണ്ട, എനിക്ക് കുടുംബം വേണ്ട. കാര്യം കുടുംബം ഉണ്ടെങ്കിൽ അതിനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് എത്ര മോശമാണ്. These are not unbelievers who told me this. ഇത് എന്നോട് പറഞ്ഞത് അവിശ്വാസികളല്ല, believers, വിശ്വാസിയാണ്. committed young brothers. അവര് ആ രീതിയിൽ ഉറപ്പുള്ള ചെറുപ്പക്കാരാണ് പറഞ്ഞത്. സഭയിലെ ഭാഗമായിരിക്കുന്ന ചെറുപ്പക്കാരാണ് പറഞ്ഞത്. അതെ, രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിച്ച ചെറുപ്പക്കാരാണ് പറഞ്ഞത്. So this is something which our fathers, we have to take it very seriously. അതുകൊണ്ട് പിതാക്കന്മാർ മാതാക്കൾ ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. And we have heard enough messages on family. കുടുംബത്തെക്കുറിച്ച് അനേക സന്ദേശങ്ങൾ നാം കേട്ടിട്ടുണ്ട്. But the thing that we have to understand is whether it has brought about a radical practical change in our own lives. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു സമൂലമായ ആഴമായ ഒരു പരിവർത്തനം അത് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് കാതലായ കാര്യം. Let's turn to Matthew chapter 7. മത്തായി 7-ാം അധ്യായത്തിലേക്ക് നോക്കുക. Verse 3 to 5. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. Why do you look at the speck that is in your brother's eye, or do not notice the log that is in your own eye?
എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? How can you say to your brother, let me take the speck out of your eye, and behold, the log is in your own eye? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല്, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? You hypocrite, first take the log out of your own eye, and then you will see clearly to take the speck out of your brother's eye. കപടഭക്തിക്കാര, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളയുക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയുവാൻ വെടിപ്പായി കാണും. The same thing happens in the church. ഇത് സഭയിലും സംഭവിക്കുന്ന കാര്യമാണ്. The same thing happens in the family. ഇത് തന്നെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നു. We want to remove the speck from your wife. നിങ്ങളുടെ ഭാര്യയുടെ കണ്ണിലെ കരട് നീക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. She has done something wrong. ഭാര്യ ഒരു തെറ്റ് ചെയ്തു, or has forgotten something, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം മറന്നുപോയി, or has failed in doing something, അല്ലെങ്കിൽ ചില കാര്യം ചെയ്യേണ്ടത് ചെയ്തില്ല. or it can happen the same thing with the husband. അല്ലെങ്കിൽ ഭർത്താവ് ചെയ്യേണ്ട ചില ഏതോ കാര്യം ചെയ്തില്ല, അല്ലെങ്കിൽ എന്തോ മറന്നുപോയി. The same thing happens this way also, this way also. ഈ രണ്ടു വശത്തും അവിടെയോ ഇവിടെയോ നടക്കാം. Or then to children, we correct our children, for example. അല്ലെങ്കിൽ നാം നമ്മുടെ മക്കളെ തിരുത്തുന്നു, ശാസിക്കുന്നു. And then for all types of, it's a speck. അതൊരു കരടാണ്. But then you have a log in your own heart. എന്നാൽ നിങ്ങളുടെ കണ്ണിൽ ഒരു കോലാണ് ഇരിക്കുന്നത്. What is this log? ഈ ഒരു കോൽ എന്ന് പറയുന്നത് എന്താണ്? I said, what is speck? കരട് എന്താണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. What is this log? ഈ ഒരു കോൽ എന്താണ്? Some anger that you have towards your wife, which you have been keeping for the last few hours, few days, few weeks, few months, few years. നിന്റെ ഹൃദയത്തിൽ നിന്റെ ഭാര്യക്കെതിരെ, ഭർത്താവിനെതിരെ നീ സൂക്ഷിക്കുന്ന ചില ദേഷ്യം, കോപം, അത് ചില ദിവസങ്ങളായിരിക്കാം, ചില മാസങ്ങളായിരിക്കാം, ചില വർഷങ്ങളായിട്ട് നീ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു നിന്റെ കോപം. How many times I have told her not to do like this? എത്ര പ്രാവശ്യം അങ്ങനെ ചെയ്യരുത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. But she keeps on, she never learns. 100 times I have told her. 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും അവള് പഠിക്കത്തില്ല. She never seems to learn anything. അവൾ ഒന്നും പഠിക്കുന്ന ലക്ഷണമേ ഇല്ല. This is called log, LOG. ഈ ഒരു മനോഭാവമാണ് LOG എന്ന് പറയുന്ന ഈ ലോഗ് അല്ലെങ്കിൽ തടിക്കഷ്ണം. You have seen a log. നിങ്ങൾ ഒരു കോൽ അല്ലെങ്കിൽ ഒരു തടി കണ്ടിട്ടുണ്ടല്ലോ. Sometimes if you go to a big place where wood is being sold, ഈ തടി അറക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. About 10 feet long, and so your diameter maybe about 2 feet. 10 മീറ്റർ നീളം, 2 അടി ഡയമീറ്റർ ഒക്കെ ഉള്ള അങ്ങനെ വലിയ തടി കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും. That is called log. അതാണ് ഈ വലിയ തടി എന്ന് പറയുന്നത്, ലോഗ്. Speck is, what is speck? ചെറിയൊരു പൊടി. അപ്പൊ ചെറിയൊരു പൊടിയാണ് ഈ കരട് എന്ന് പറയുന്നത്. And she of course she made a mistake. ശരിയാണ്, അവളൊരു തെറ്റ് ചെയ്തു. But then you want to correct that, but you have this anger churning inside your system. നിനക്കിത് തിരുത്തണമെന്നുണ്ട്, പക്ഷെ നിന്റെ ഉള്ളിൽ തന്നെ ഈ ദേഷ്യം നിന്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അതൊരു വലിയ കോൽ, വലിയൊരു തടിയാണ്. Or it can be in the church. അല്ലെങ്കിൽ സഭയിലായിരിക്കാം. That you have told a brother to do certain things and he didn't do it well. നിങ്ങൾ ഒരു സഹോദരനോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, പക്ഷെ അദ്ദേഹം അത് ശരിക്കും ചെയ്തിട്ടില്ല. And then you have got that what shall I say, a prejudice towards that particular brother. നിനക്ക് ആ ഒരു സഹോദരനോട് നിനക്ക് ഒരു മുൻവിധിയാണ് നിന്റെ ഉള്ളിലുള്ളത്. And then he does another small thing. അദ്ദേഹം പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു ചെറിയൊരു തെറ്റ് ചെയ്തു. And you want to correct that person. നിനക്ക് ആ വ്യക്തിയെ തിരുത്താനായിട്ട് നോക്കും. And then immediately you tend to lose your temper and you correct that person in a very, very hard way. നിനക്ക് ഉടനെ തന്നെ നിന്റെ സമനില തെറ്റുന്നു, നീ ദേഷ്യപ്പെടുന്നു, വളരെ കഠിനമായിട്ട് ആ വ്യക്തിയെ തിരുത്തുന്നു. The same thing for children. അത് കുഞ്ഞുങ്ങൾക്കും അങ്ങനെ തന്നെ. You've got a prejudice towards your child.
നിന്റെ ഏതെങ്കിലും ഒരു കുഞ്ഞിനോട് നിനക്കൊരു മുൻവിധി നീ സൂക്ഷിക്കുന്നു. because she has done something or he has done something. അല്ലെങ്കിൽ അവള് അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും അങ്ങനെ ചെയ്ത ഒരു കാര്യം കൊണ്ടായിരിക്കാം. Instead of sitting together and talking and praying about it with her or with him, ആ വ്യക്തിയോട്, ആ കുഞ്ഞിനോട് ചേർന്നിരുന്ന് സംസാരിച്ച് ആ കുഞ്ഞിനോടൊപ്പം പ്രാർത്ഥിക്കുന്നതിന് പകരം, and then to forgive and come to a reconciliation, ക്ഷമിച്ച് ഒരു നിരപ്പിലേക്ക് വരുന്നതിന് പകരം, you keep that inside. അത് നീ നിന്റെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. You keep that inside your heart for a long time without cleansing ourselves. നമ്മെ തന്നെ ശുദ്ധീകരിക്കാതെ അത് കുറെ കാലം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു. The same thing with your wife, അത് തന്നെ നിങ്ങളുടെ ഭാര്യയോട്, or to the husband, അല്ലെങ്കിൽ ഭർത്താവിനോട്, or to the children, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട്, or to the children to your parents. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട്. This is, what I'm trying to say. What is this log? Log is a uncleansed attitude or uncleansed prejudice towards somebody. അപ്പൊ ഈ ഒരു കോൽ എന്ന് പറയുന്നത്, ഈ തടി എന്ന് പറയുന്നത് എന്താണ്? അത് നിങ്ങളുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ശുദ്ധീകരിക്കാത്ത ഒരു മുൻവിധി, അല്ലെങ്കിൽ ഒരു മറ്റേ വ്യക്തിയോടുള്ള ഒരു തെറ്റായ മനോഭാവം, അതാണ് ഈ തടിക്കഷണം. That you keep it. അത് നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. And wife made a small mistake. അപ്പൊ അത് ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുക ഭാര്യയ്ക്ക് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു. And then you don't want her to do that. ഭാര്യ അത് അങ്ങനെ അത് ചെയ്യരുത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. And then you tell her that. നിങ്ങൾ അത് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു. But instead of telling in a gentle way, എന്നാൽ സൗമ്യമായിട്ട് അത് പറയുന്നതിന് പകരം, in a loving way, ഒരു സ്നേഹത്തോടെ പറയുന്നതിന് പകരം, in a pleasant way, ഒരു സമാധാനത്തോടെ സന്തോഷത്തോടെ പറയുന്നതിന് പകരം, in order to say in a smiling way, ഒരു പുഞ്ചിരിച്ച മുഖത്തോടെ പറയുന്നതിന് പകരം, lose your temper on that such a silly simple thing. ആ ചെറിയ, ആ ലളിതമായ ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ഷമ നശിച്ച് നിങ്ങൾക്ക് കോപം വരും. And if you judge yourself, നിങ്ങൾ നിങ്ങളെ തന്നെ വിധിച്ചാൽ, if you judge yourself, നിങ്ങൾ നിങ്ങളെ തന്നെ വിധിച്ചാൽ, then you will understand that, Lord, there was a log there, Lord. അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ദൈവമേ, എന്റെ ഉള്ളിൽ ഒരു വലിയ തടി കഷണം ഇങ്ങനെ കിടക്കുകയാണല്ലോ. I have not forgiven her fully. ഞാൻ എന്റെ ഭാര്യയെ പൂർണ്ണമായിട്ട് അവളോട് ക്ഷമിച്ചിട്ടില്ല. Lord, I have not forgiven that particular thing which they have done as a family. അവര് കുടുംബമായിട്ട് കർത്താവേ അവര് ചെയ്ത ആ ഒരു കാര്യം, ആ ഒരു തെറ്റ് ഞങ്ങൾ ക്ഷമിച്ചിട്ടില്ല. I have not accepted, I have not forgiven their family, for example. ഒരു ഉദാഹരണത്തിന് അവരുടെ കുടുംബം അവർ ചെയ്ത ഒരു കാര്യം, അത് ഞാൻ ക്ഷമിച്ചിട്ടില്ല. Recently I got a note from a brother. അടുത്തിടെ എനിക്ക് ഒരു സഹോദരനിൽ നിന്ന് ഒരു കത്ത്, ഒരു എഴുതിയ ഒരു കടലാസ് കിട്ടി. And then he was saying that, my brother, I want to say something to you. അദ്ദേഹം പറഞ്ഞു, സഹോദര, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. I was so sad when I received. ഞാനത് കേട്ടപ്പോൾ, എനിക്കത് കിട്ടിയപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി. My daughter is like that, and my wife's family is also like that. എൻ്റെ മോൾ ഇങ്ങനെയാണ്, എൻ്റെ ഭാര്യയുടെ കുടുംബവും അങ്ങനെയാണ്. And therefore my daughter is like that. എൻ്റെ ഭാര്യയുടെ കുടുംബം അങ്ങനെയാണ്, അതുകൊണ്ട് എൻ്റെ മോളും ഇങ്ങനെയാണ്. സോറി, my daughter is like that. എൻ്റെ മോൾ ഇങ്ങനെയാണ്. Because I had to say something about his daughter. മോളെ കുറിച്ച് എന്തോ ഒരു കാര്യം എനിക്ക് പറയണമായിരുന്നു. Therefore I wrote to them. അതുകൊണ്ട് ഞാൻ അവർക്ക് ഇപ്രകാരം എഴുതി. And then immediate reply was, ഉടനെയുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നു. See, the problem is immediately he is putting that blame onto his wife. ഉടനെ തന്നെ അദ്ദേഹം, ഭർത്താവ്, അതിന്റെ പഴി ഭാര്യയുടെ മേലാണ് ഇടുന്നത്. My daughter is like this, brother. You know the reason? My wife's family, my wife and my wife's family is like that. മോൾ ഇങ്ങനെയാണ് സഹോദര, അതിന്റെ കാരണം അറിയാമോ? എന്റെ ഭാര്യയും ഭാര്യയുടെ കുടുംബവും അങ്ങനെയാണ്. Do you think that this particular brother will be able to take care of the girl or take care of the wife or build that family? ഇങ്ങനെയുള്ള ഒരു സഹോദരന് തന്റെ മകളുടെ കാര്യം നോക്കാനോ തന്റെ ഭാര്യയുടെ കാര്യം നോക്കാനോ
ആ കുടുംബം പണിയുവാനോ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? It is difficult. അത് വളരെ ബുദ്ധിമുട്ടാണ്. Very, very difficult. വളരെ വളരെ ബുദ്ധിമുട്ടാണ്. Because instead of taking the blame on himself, താൻ തന്നെ ആ കുറ്റം ഏറ്റെടുക്കുന്നതിന് പകരം he was putting the blame on wife and the wife's family. താൻ ആ കുറ്റം ഭാര്യയുടെ മേലും ഭാര്യയുടെ കുടുംബത്തിന്റെ മേലുമാണ് താൻ ഇടുന്നത്. So, beloved brothers, അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, the church also same thing happens. സഭയിലും അത് തന്നെയാണ് സംഭവിക്കാറുള്ളത്. When one brother says something, you have no problem in accepting that. ഒരു സഹോദരൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്വീകരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. The same thing another brother says, it is so difficult for you to accept. എന്നാൽ അതേ കാര്യം തന്നെ വേറൊരു സഹോദരനാണ് പറയുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് സ്വീകരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. Why? എന്തുകൊണ്ട്? The second case there is a log. The first case there is no log. രണ്ടാമത്തെ കാര്യം വന്നപ്പോ നിങ്ങളുടെ കണ്ണിൽ ഇപ്പോ ഒരു കോല് വെച്ചോണ്ടാണ് നിങ്ങൾ നോക്കുന്നത്. ആദ്യത്തെ കാര്യം വന്നപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൽ ആ കോലില്ല. And you say that, thank you very much, brother. That's a good suggestion. That's wonderful. We will take care of that. അപ്പൊ ഒരു സഹോദരൻ പറയുമ്പോ വളരെ നന്ദി സഹോദര, അത് നല്ല അഭിപ്രായമാണല്ലോ, ഞങ്ങൾ അത് അതിനനുസരിച്ച് നമുക്ക് നോക്കാം എന്ന് പറയുന്നു. When the second brother says that, എന്നാൽ രണ്ടാമത്തെ ആള് പറയുമ്പോ this fellow is trying to create a problem in the church, I think. അപ്പോ നമ്മുടെ മനസ്സിലപ്പോ ചിന്തിക്കുന്നത് സഭയിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇയാളുടെ ശ്രമം. Why? എന്തുകൊണ്ട്? Because you have got a log inside your heart against this particular number two, second brother. ഈ രണ്ടാമത്തെ വ്യക്തിക്കെതിരെ നിങ്ങളുടെ ഉള്ളിൽ ഒരു തെറ്റായ മനോഭാവം, ഒരു വലിയ തടി കഷണം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് You are not willing to listen to your wife, for example. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾക്ക് അവകാശം എടുക്കുന്നില്ല, നിങ്ങൾ അതിന് വിസമ്മതിക്കുന്നു. Your wife is giving you a suggestion. നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ഒരു അഭിപ്രായം പറയുന്നു. And then immediately if you have got a log, you know how you will react. നിങ്ങൾക്ക് ഒരു തടി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, തടി കഷ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാമോ? I know it must be a foolish thing. ഭാര്യ പറയുന്നല്ലേ, എന്തായാലും അതൊരു പൊട്ടത്തരമായിരിക്കും. That is not going to help. അത് എന്തായാലും അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. One of the many foolishness which my wife says. എന്റെ ഭാര്യ ഒത്തിരി പൊട്ടത്തരങ്ങൾ പറയാറുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരെണ്ണം ആയിരിക്കും ഇപ്പോഴും പറയാൻ പോകുന്നത്. Why? എന്തുകൊണ്ട്? Why? എന്തുകൊണ്ട്? Because you have got an uncleansed attitude towards your wife. കാരണം നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്ക് ശുദ്ധീകരിക്കാത്ത ഇപ്രകാരമുള്ള ഒരു പുച്ഛ മനോഭാവം, തെറ്റായ മനോഭാവം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. You've got a negative attitude towards your wife. നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്ക് ഒരു നിഷേധാത്മകമായ കാഴ്ചപ്പാടാണ് ഉള്ളത്. Because something she has done has ended up in foolishness. That is true. ഭാര്യ ചെയ്ത ഏതോ ഒരു കാര്യം അത് ഒരു പൊട്ടത്തരത്തിലും ഒരു പ്രശ്നത്തിലും ഒരുപക്ഷെ കലാശിച്ചിരിക്കാം, അത് സത്യമായിരിക്കാം. And maybe that you also had some financial loss because of that. അങ്ങനെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചില സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിച്ചിട്ടും ഉണ്ടാവാം. But that is a log sitting there. എന്നാൽ അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു തടി കഷണമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. And you have not cleansed it. You have not taken it to the Lord, and you have not sat with your wife, and you have not reconciled regarding that. നിങ്ങൾ അത് ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുപോയി നിങ്ങളുടെ ഭാര്യയോടൊപ്പം ഇരുന്ന് നിങ്ങൾ ഈ കാര്യം ക്രമപ്പെടുത്തിയിട്ടില്ല, ആ കാര്യത്തെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിച്ച് കിട്ടില്ല. And therefore when she says something, immediately you react. അതുകൊണ്ട് തന്നെ അവൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ പ്രതികരിക്കും. So, beloved brothers, what am I trying to say? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്? Make sure that your attitude towards your wife or your husband is transparent and pure. നിങ്ങളുടെ ഭർത്താവിനോട്, ഭാര്യയോട്, നിങ്ങളുടെ സഹോദരനോടുള്ള നിങ്ങളുടെ മനോഭാവം അത് സുതാര്യമായിരിക്കണം. Let it be, Lord, I want to have, Lord, you can do my surgery and see that there is absolutely only love in my heart. അങ്ങേക്ക് കർത്താവേ, എന്റെ ഉള്ളിൽ ഒരു ശസ്ത്രക്രിയ നടത്തി എന്നെ തുറന്നു നോക്കി എന്റെ ഉള്ളിൽ സ്നേഹം മാത്രമാണ് ഉള്ളത് എന്ന് അങ്ങ് കാണട്ടെ. Lord, I have only respect and I have only love towards my wife or towards my husband. എന്റെ ഉള്ളിൽ എന്റെ ഭാര്യയെ ഓർക്കുമ്പോൾ, എന്റെ ഭർത്താവിനെ ഓർക്കുമ്പോൾ എന്റെ ഉള്ളിൽ സ്നേഹവും ബഹുമാനവും മാത്രമാണ് എനിക്കുള്ളത്. Lord, I don't want to take out the speck when you have such a negative attitude towards my wife. ഇങ്ങനെ ഒരു നിഷേധാത്മകമായ ഒരു മനോഭാവം എനിക്ക് ഉള്ളപ്പോൾ എന്റെ ഭാര്യയുടെ ഒരു കരടെടുക്കാനായിട്ട് ഞാൻ ഒരുമ്പെടുന്നില്ല. Lord, I don't want to correct my brother when I have got a angry attitude towards him.
ഒരു കോപത്തിന്റെ മനോഭാവം എന്റെ സഹോദരനോട് പുലർത്തുമ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഒരുമ്പെടുന്നില്ല. Brother Zach used to say that if you are agitated and you are angry about something at home or with another brother in the church, the greatest blessing that you can do is keep quiet. നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ സഭയിലോ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഉള്ളിൽ കോപവും ദേഷ്യവും ഒക്കെ ഇങ്ങനെ നുരഞ്ഞു പൊങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ, നിങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ സമയത്ത് മിണ്ടാതിരിക്കുക. Please don't get up. Please don't testify. Please don't even pray. You'll be praying to that particular brother or to that particular your wife. നിങ്ങൾ ദയവേത് ആ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയോ ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോഴും പിന്നെ ഷെയർ ചെയ്യുമ്പോഴും നിങ്ങൾ നേരെ മറ്റേ വ്യക്തിക്ക് എതിരെയായിരിക്കും ചെയ്യുന്നത്. Please don't do that. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. Because you have the log inside. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ തടിക്കഷ്ണം കിടക്കുകയാണ്. But what a blessing it is to have forgiveness, reconciliation within the family. എന്നാൽ കുടുംബത്തിൽ ക്ഷമയും നിരപ്പും ഉണ്ടാവുന്നത് എത്ര അനുഗ്രഹമാണ്. Dear brother, I want to say that many of you have, young families. ഇവിടെ പല പ്രായ കുറഞ്ഞ കുടുംബങ്ങളുണ്ട്. I want to say that the greatest blessing that you can have in your home is an attitude of forgiveness to one another. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും പ്രധാനമായ നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷമയുടെ ഒരു മനോഭാവം, ക്ഷമ നിങ്ങൾ അന്യോന്യം നിങ്ങൾ കൊടുക്കുക. To forgive another person. മറ്റേ വ്യക്തിയോട് ക്ഷമിക്കുക. Then to immediately, as the spirit leads, to immediately to ask forgiveness. അത് മാത്രമല്ല, ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ ഉടനെ തന്നെ ക്ഷമ ചോദിക്കുക. And then there is another thing also. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. To accept the forgiveness or to yes to forgive that person. അപ്പൊ ഉടനെ തന്നെ നിങ്ങൾ ക്ഷമ ചോദിച്ചാൽ അത് സ്വീകരിക്കുക, അത് അംഗീകരിച്ച് അവരോട് ക്ഷമിച്ചു എന്ന് പറയുക. Don't say that, no, I cannot forgive that. എനിക്ക് ക്ഷമിക്കാനൊന്നും പറ്റൂല എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. I cannot forgive that. എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയരുത്. Please let such statements should never emanate from our homes. നമ്മുടെ വീടുകളിൽ നിന്ന് അങ്ങനെയുള്ള വാചകങ്ങൾ ഒരിക്കലും ഉയർന്നു വരരുത്. I can never forgive you. എനിക്ക് ഇതിനെ ക്ഷമിക്കാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയരുത്. You hurt me so deeply, you have hurt my family so deeply. നീ എന്നെ ഇത്രയധികം മുറിവേൽപ്പിച്ചു, എന്റെ കുടുംബത്തെ ഇത്രയധികം മുറിവേൽപ്പിച്ചു, നിന്നോട് ക്ഷമിക്കില്ലെന്ന് ഒരിക്കലും പറയരുത്. Give forgiveness. ക്ഷമ കൊടുക്കുക, ക്ഷമ സ്വീകരിക്കുക. I've seen such where brother, how can I forgive her? ചിലർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സഹോദര എങ്ങനെയാണ് അവളോട് ക്ഷമിക്കാൻ പറ്റുക? I cannot forgive her. എനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റില്ല. Beloved brother, പ്രിയ സഹോദര, do you want to have an enjoyable Christian marital relationship? Please learn forgiveness. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്ക് മനോഹരമായ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാൻ നിങ്ങൾ ആദ്യം പഠിക്കുക. If you want to have a happy sex relationship, do you know how you can have? Learn forgiveness with one another. നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ലൈംഗിക ജീവിതവും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അന്യോന്യം ക്ഷമിക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക. When you go to bed, make sure that you can look at her eyes clearly. നിങ്ങൾ കട്ടിൽ കിടക്കാൻ പോകുമ്പോൾ നിന്റെ ഭാര്യയുടെ ഭർത്താവിന്റെ കണ്ണിൽ വളരെ സുതാര്യതയോടെ സമാധാനത്തോടെ നോക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. It is from a heart of forgiveness. അത് ഒരു ക്ഷമയുടെ ഹൃദയത്തിൽ നിന്ന് മാത്രമാണ് അത് ചെയ്യുവാനായിട്ട് കഴിയുക. And when there is mutual forgiveness and mutual love and mutual respect, നിങ്ങൾക്ക് അന്യോന്യമുള്ള ക്ഷമ, അന്യോന്യം ഉള്ള ബഹുമാനം, ഈ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ then your relationship, even physical relationship, becomes beautiful. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ബന്ധം, അത് നിങ്ങളുടെ ശാരീരികമായ ബന്ധം പോലും അത് മനോഹരമായി തീരും. I'm not speaking as a newly married Christian. ഞാനൊരു ഇപ്പോ കല്യാണം കഴിച്ച ഒരാള് എന്നുള്ള നിലയിലല്ല ഞാൻ സംസാരിക്കുന്നത്.
My oldest son is, I think, 37 years. എന്റെ മൂത്ത മകൻ ഇപ്പൊ 37 വയസ്സുണ്ട്. Please understand that. നിങ്ങൾ അത് ഓർക്കുക. This is something which I have learned the hard way, which I have learned in my own life. കഠിനമായ പാതയിലൂടെ എന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. Another thing which I want to share is from Ephesians chapter 5 verse 28. ഞാൻ നിങ്ങളുമായിട്ട് മറ്റൊരു കാര്യം കൂടെ പങ്കുവയ്ക്കട്ടെ. അത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നാണ്. So husbands ought also to love their own wives as their own bodies. He who loves his own wife loves himself. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. It's an amazing passage in the last part. ഈ എഫേസ്യ ലേഖനത്തിലെ ഈ 5-ാം അധ്യായത്തിന്റെ ഈ അവസാന ഭാഗം അത് വളരെ അത്ഭുതകരമായ ഒരു ഭാഗമാണ്. No, the part of verse 28, the last part. 28ന്റെ ഈ അവസാന ഭാഗം. He who loves his own wife loves himself. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. For example, when I love my wife, I love myself. ഉദാഹരണത്തിന് ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു. That is exactly what is written there. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. Who loves his own wife loves himself. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. I have never seen my right hand hitting my left hand. ഞാൻ ഒരിക്കലും എന്റെ വലത്തെ കൈ എന്റെ ഇടത്തെ കൈ ഇടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. I've never seen that. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. Unless you have some neurological problem. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ചെയ്യുക. Otherwise, we never hurt our own body. അല്ലാത്ത പക്ഷം നാം ഒരിക്കലും നമ്മുടെ ശരീരത്തെ തന്നെ നമ്മൾ മുറിവേൽപ്പിക്കാറില്ല. So remember that your wife is a part of yourself. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ശരീരത്തിന്റെ തന്നെ ഭാഗമാണ്. You both are one. നിങ്ങൾ രണ്ടുപേരും ഒന്നാണ്. That is the reason why I said you cannot afford to have an unloving attitude towards your wife or a brother or any or children, and then correct them, set them right, do like this, don't do like this, don't do like this, don't say like this. No. You cannot do all that. First of all, you had to cleanse your log. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവിനെയോ അല്ലെങ്കിൽ മക്കളെയോ അല്ലെങ്കിൽ മറ്റൊരു സഹോദരനെയോ ഒന്നും നിങ്ങൾ ഒരു തെറ്റായ മനോഭാവം, ഒരു വലിയ തടിക്കഷ്ണം നിങ്ങളുടെ കണ്ണിൽ സൂക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഒരിക്കലും തിരുത്തുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയില്ല. You know, as an elder, I am learning that again and again. The Lord teaches me that. ഒരു സഭയുടെ ഉത്തരവാദിത്തമുള്ള ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ ഈ ഒരു കാര്യം ദൈവം എന്നെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുകയാണ്. That you cannot, Joseph, listen, you cannot correct a brother or correct a sister when you have got a wrong attitude towards that particular person. ജോസഫ്, ആ വ്യക്തിയോട് ഒരു തെറ്റായ മനോഭാവം നിങ്ങൾക്കുള്ളപ്പോൾ ആ വ്യക്തിയെ നിങ്ങൾക്ക് തിരുത്തുവാനായിട്ട് കഴിയുകയില്ല. So what shall I do, Lord? അതുകൊണ്ട് കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? Keep quiet. അവ മിണ്ടാതിരിക്കുക. Keep quiet. മിണ്ടാതിരിക്കുക. You don't do anything. ഒന്നും ചെയ്യണ്ട. You don't do anything. ഒന്നും ചെയ്യണ്ട. I'll take care of the situation. ഞാൻ ആ സാഹചര്യത്തെ ഞാൻ നോക്കിക്കോളാം. I'll take care of the situation. ഞാൻ നോക്കിക്കോളാം. Lord, what shall I do with my children? They are doing this wrong things, I know. കർത്താവേ, എന്റെ മക്കൾ ഇങ്ങനെ പല പ്രശ്നങ്ങൾ ചെയ്യുന്നല്ലോ, പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? Lord, let me cleanse myself first with my attitude towards my children. ദൈവമേ, ആദ്യം ഞാൻ എന്റെ കുഞ്ഞുങ്ങളോടുള്ള എന്റെ മനോഭാവത്തെ ഞാൻ ശുദ്ധീകരിക്കട്ടെ. When I cleanse that, അത് ഞാൻ ശുദ്ധീകരിക്കുമ്പോൾ and then I can correct them. അതിനെ തുടർന്ന് എനിക്ക് അവരെ തിരുത്താം. Why you tend to correct your children and the children will run away from you and they will never have a fellowship with you. നിങ്ങൾ നിങ്ങളുടെ മക്കളെ തിരുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ പലപ്പോഴും അവർ നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നു, നിങ്ങളുമായിട്ട് ഒരു കൂട്ടായ്മ അവർക്ക് നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ്? എന്തായാലും കാരണം? I want to ask you, all the fathers, ഇവിടെയുള്ള പിതാക്കന്മാരോട് ഞാൻ ചോദിക്കട്ടെ, your boys have a good fellowship with you? നിങ്ങളുടെ ആൺമക്കൾക്ക് നിങ്ങളുമായിട്ട് നല്ല ഒരു കൂട്ടായ്മയുണ്ടോ? I want to ask all the mothers, does your daughters have a good relationship with you? ഇവിടെയുള്ള അമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പെൺമക്കൾക്ക് നിങ്ങളുമായിട്ട് നല്ലൊരു കൂട്ടായ്മയുണ്ടോ? Fellowship is very important. കൂട്ടായ്മ അത് വളരെ പ്രധാനമാണ്. Fellowship that they can come and tell you some certain things from their own lives. അവരുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ വന്ന് തുറന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. That is when you cleanse yourself and then correct them, then they will not run away from you. They will come close to you.
നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച ശേഷം അവരെ തിരുത്തുമ്പോൾ അവർ നിങ്ങളെ വിട്ട് ഓടിപ്പോവുകയില്ല, നിങ്ങളുടെ അടുത്തേക്ക് അവർ വരും. The responsibility is not with the children. No. ഉത്തരവാദിത്വം കുഞ്ഞുങ്ങളുടെ മേലല്ല. In the new covenant, the responsibility is with the fathers. പുതിയ നിയമത്തിൽ ഉത്തരവാദിത്വം പിതാക്കന്മാർക്കാണുള്ളത്. In the new covenant in the book of Malachi, it says that the father's heart will turn to their sons, children. മലക്കായിയുടെ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കപ്പെടുമെന്നാണ്. The first responsibility is for the fathers. ഒന്നാമത്തെ ഉത്തരവാദിത്വം അത് പിതാക്കന്മാർക്കാണ്. That is a new covenant. അതാണ് പുതിയ നിയമം. We cannot say that, okay, if the children want to born again, let them come to me. I will tell them the gospel. മക്കൾക്ക് രക്ഷിക്കപ്പെടണമെങ്കിൽ അവർ എന്റെ അടുത്ത് വരട്ടെ, ഞാൻ അവരോട് സുവിശേഷം പറയും എന്നുള്ളതല്ല പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാട്. No, not like that, dear fathers. പ്രിയ പിതാക്കന്മാരെ, അങ്ങനെയല്ല. We have to go. നാം ആണ് പോകേണ്ടത്. That is the new covenant blessing, and that is the new covenant calling as fathers and parents in the church. പിതാക്കന്മാർ, മാതാപിതാക്കൾ എന്ന നിലയിൽ സഭയിലുള്ള നമ്മുടെ ഉത്തരവാദിത്വം അതാണ്. നാം ആണ് അങ്ങോട്ട് പോകേണ്ടത്. What does it say in 5:25, for example? എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 25 എന്താണ് പറയുന്നത്? This it talks about the husbands. You have to love your wives. ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. How does it say? അവിടെ എന്താണ് പറയുന്നത്? Husbands, love your wives just as Christ also loved the church and gave himself up for her. 25-ാം വാക്യം, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. And how did the Lord love the church? എങ്ങനെയാണ് കർത്താവ് സഭയെ സ്നേഹിച്ചത്? All of us know John chapter 3 verse 16. യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. All of us know. നമുക്കെല്ലാം അറിയാം. John 3:16. യോഹന്നാൻ 3:16. God so loved the world. ദൈവം ലോകത്തെ സ്നേഹിച്ചു. Yeah. But do you know 1 John 3:16? എന്നാൽ 1 യോഹന്നാൻ 3:16 നിങ്ങൾക്കറിയാമോ? 1 John 3:16. 1 യോഹന്നാൻ 3:16. 1 John 3:16. Let's turn to that for a minute. നമുക്ക് പെട്ടെന്ന് ആ വാക്യത്തിലേക്ക് ഒന്ന് നോക്കാം. We know love by this, that he laid down his life for us, and we ought to lay down our lives for the brothers. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. I have to lay down my life for my wife. ഞാൻ എന്റെ ഭാര്യയ്ക്കായിട്ട് ഞാൻ എന്റെ ജീവനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. What do you mean by giving up my life? എന്റെ ജീവനെ വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? That means myself, my ego, my pride, my opinion, my suggestion. അല്ലെങ്കിൽ എന്റെ നിഗളം, എന്റെ ഞാൻ എന്ന ഭാവം, എന്റെ അഭിപ്രായം, എന്റെ നിർദ്ദേശങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ അതിനെയാണ് ഞാൻ വെച്ചു കൊടുക്കേണ്ടത്. My will. എന്റെ സ്വന്തം ഇഷ്ടം. The sofa should be kept in that corner. സോഫ ആ മൂലയിലാണ് വെക്കേണ്ടത്. Because then the smaller two pieces can be here and there, and the teapot can be in the middle. അങ്ങനെയെങ്കിൽ അവിടെ വെച്ചാൽ ചെറിയ 2 പീസുകൾ, ഒന്ന് ഇവിടെ ഒന്ന് അവിടെ, സെറ്റി നടുക്ക്, ഇങ്ങനെയായിരിക്കണം. And teapot can be in the middle. അവിടെ ടീപ്പോ നടുക്ക് വെക്കണം. How beautiful it will be. അതങ്ങനെയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും. Wife comes along and says, no. The sofa, the main big one should be here, and the smaller one should be there, and smaller one should be there, and the teapot should be here. അപ്പൊ ഭാര്യ പറയുന്നു, അങ്ങനെയല്ല, അത് അവിടെയല്ല, അത് ഇവിടെയാണ് വെക്കേണ്ടത്, ടീപ്പോ ഇവിടെയാണ് വെക്കേണ്ടത്. ഞാൻ എന്തോ പറഞ്ഞാലും നീ എതിരാന്നല്ലോ പറയുന്നു. So that is called the log. And immediately you respond, whatever you say, you just tell the opposite. അപ്പൊ അതാണ് ഈ ഒരു തടിക്കഷണം. I know from the time immemorial, I know whatever I say, you say opposite. കാലം ഉണ്ടായത് മുതൽ ഞാൻ എന്ത് പറഞ്ഞാലും അതിനെതിരെ നീ പറയുള്ളൂ. ഇനി ഇതിനൊന്നും അടി വെക്കണ്ട, ശരി ഇങ്ങനെ അങ്ങ് ചെയ്തു, സമാധാനം വേണ്ടേ വീട്ടിൽ? Is this the peace? ഇങ്ങനെയുള്ളതാണോ, ഇങ്ങനെ കിട്ടുന്നതാണോ സമാധാനം? Let us have some peace. ഇവിടെ അങ്ങ് വെച്ചോ, അയ്യോ എന്റെ കുഞ്ഞെ, ശബ്ദം ഉണ്ടാക്കാം, ബഹളം ഉണ്ടാക്കാം, ഇവിടെ അങ്ങ് വെച്ചാ മതി. We'll keep it here. Please don't make any noise, please. നീ ബഹളമൊന്നും ഉണ്ടാക്കട്ടെ, ഇവിടെ തന്നെ അങ്ങ് വെച്ചോ, എങ്ങനെ സമാധാനം ഉണ്ടാവട്ടെ, അതാണോ? Beloved brother, you have not died. You have not died. You are alive. You are very much alive.
അങ്ങനെ നീ ചെയ്യുമ്പോഴും സഹോദര, നീ മരിച്ചിട്ടില്ല. നീ അപ്പോഴും വളരെ നിന്റെ ജീവൻ അപ്പോഴും വളരെ സജീവമായിട്ട് തന്നെയാണ് നീ ഇരിക്കുന്നത്. You are alive and kicking. നീ വളരെ ശക്തനാണ്, നീ ജീവനോടുകൂടെ തന്നെയാണ് ഇരിക്കുന്നത്. But how blessed are you if you can die. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മരിക്കാൻ കഴിഞ്ഞു എങ്കിൽ നിങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. Yes, what he said is right. I think if you put it in that left corner, it will inconvenience from people walking in, and therefore I think middle is the best. What up? I think your suggestion is excellent. അതിന് പകരം നീ പറഞ്ഞത് അത് വളരെ നല്ല സജഷൻ ആണല്ലോ. ശരിയാണ്, അവിടെ ഇട്ടാല് ആൾക്കാർ വരുമ്പോ ഇടിക്കും. അത് ഇപ്പൊ ഇവിടെ വെച്ചാൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. വളരെ നല്ല ആശയം എന്ന് പറഞ്ഞ് നീ പിടിക്ക്, നമുക്ക് ചേർന്ന് ഇങ്ങോട്ട് മാറ്റിയിടാം. We'll put it here. ഇവിടെ തന്നെ നമുക്ക് ഇടാം. Praise the Lord. ദൈവത്തിന്റെ സ്തോത്രം. Heaven came down, glory filled my life. സ്വർഗം ഇറങ്ങി വന്നു, ദൈവത്തിന്റെ മഹത്വം ഹൃദയത്തിൽ നിറഞ്ഞു. ഹൃദയത്തില്, വീട്ടിൽ. When heaven comes down and glory fills our homes. അപ്പോ സ്വർഗം ഇറങ്ങി വന്നു, വീട്ടിൽ ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു. That is God giving my life for my wife. എന്റെ ജീവനെ, എന്റെ ഭാര്യയ്ക്കായിട്ട് എന്റെ ജീവനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. Sisters are very happy. സഹോദരിമാർക്ക് എന്ത് സന്തോഷം. And now you have to die. I'll tell you something. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ മരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പറയട്ടെ. When you come from the office, make sure you buy potatoes and tomatoes. നിങ്ങൾ ഓഫീസിൽ നിന്ന് വരുമ്പോ ഉരുളക്കിഴങ്ങ് മേടിക്കണം, തക്കാളിയും മേടിക്കണം. ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. And don't forget onion. പിന്നെ ഉള്ളി അത് മറന്നു പോലെ. And you have to buy all these three. ഇത് മൂന്നും മേടിക്കണം. And the husband has come home. ഭർത്താവ് വീട്ടിൽ വന്നു. എവിടെ ഉള്ളി എന്തി? ഉരുളക്കിഴങ്ങ് അറിയാം, മറക്കും. എനിക്ക് നേരത്തെ അറിയാം. സോറി, I know you will always forget. Once you go home, you forget about home. എനിക്ക് നിങ്ങളെ നേരത്തെ അറിയാം. വീട്ടിൽ നിന്ന് അങ്ങ് പോയാലേ വീടിനെ കുറിച്ചേ മറക്കും. ഇതൊന്നും മേടിച്ചോണ്ട് വരികയില്ല. You will never buy anything. ഒന്നും മേടിച്ചോണ്ട് വരൂല. And you don't buy, and immediately husband feels very guilty and so bad about it. Okay, I'll go and buy and come immediately. അപ്പൊ ഭർത്താവിനാകെ ചേടാ ഒരു കുറ്റബോധം, ഇത് മറന്നുപോയല്ലോ എന്നൊക്കെ പറഞ്ഞ് സാരമില്ല, ഞാൻ ഇപ്പൊ തന്നെ പോയി, അദ്ദേഹം കുറ്റബോധത്തോടെ പോയി, ഞാൻ ഇപ്പൊ തന്നെ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോകുന്നു. And you are very happy? നിങ്ങള് അതിൽ സന്തോഷവതിയാണോ? No. അങ്ങനെയല്ല. You are also a sensitive person to the Holy Spirit. നിങ്ങളും പരിശുദ്ധാത്മാവിന് സ്പർശതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, and immediately you will say, Lord, I should have a little more respectful towards my husband. Lord, forgive. ദൈവമേ, ഞാൻ എന്റെ ഭർത്താവിനോട് കുറച്ചും കൂടെ ബഹുമാന പുരസ്സരം സംസാരിക്കേണ്ടതായിരുന്നു, എന്നോട് ക്ഷമിക്കണമേ. Husband comes back. ഭർത്താവ് തിരിച്ചു വരുമ്പോ, if you know how to die, നിങ്ങൾക്ക് മരിക്കാനായിട്ട് അറിയുന്ന വ്യക്തിയാണെങ്കിൽ, you will welcome the husband with tears in your eyes. നിങ്ങൾ സന്തോഷത്തിന്റെ കണ്ണുനീരുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ സ്വാഗതം ചെയ്യും. Say, I'm very sorry, I shouldn't have spoken like that. ഞാൻ അങ്ങനെ സോറി, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ശേഷം ആ രീതിയിലുള്ള ഒരു കണ്ണുനീരോടെ അനുതാപത്തോടെ ഭർത്താവ് വീണ്ടും പോയി വാങ്ങി തിരിച്ചു വരുമ്പോ ആ ഭർത്താവിന്റെ അടുത്ത്, ഞാൻ അങ്ങനെ ഒരിക്കലും പറയരുതായിരുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ്, ഞാൻ ഒരിക്കലും അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറഞ്ഞ്, I know how much of tension you are going through in the office. ഓഫീസിൽ എത്രയധികം ടെൻഷൻ ഉണ്ട്, ടെൻഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് എനിക്കറിയാം. I know how I forgot everything. ഞാൻ അതൊക്കെ മറന്നുപോയി പെട്ടെന്ന്. Please forgive me. എന്നോട് ക്ഷമിക്കണമേ. Blessed are you, sisters, if you can say that. നിങ്ങൾ സഹോദരിമാർക്ക് അങ്ങനെ പറയുവാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. And the husband also judges himself. ഭർത്താവും തന്നെ വിധിക്കുന്നു. No, what you said is very, very true. I tend to forget. I should be more responsible about the needs of the home. നീ പറഞ്ഞതും ശരിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ മറന്നു പോകുന്നു. എനിക്ക് കുറച്ചും കൂടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ഉത്തരവാദിത്വമുള്ളവനായിരിക്കണം. And the husband also humbles himself. ഭർത്താവും തന്നെ താഴ്ത്തുന്നു. And the wife also humbles himself. ഭാര്യയും തന്നെ താഴ്ത്തുന്നു. Heaven comes down and glory fills the home.
സ്വർഗം ഇറങ്ങി വന്ന് ആ കുടുംബത്തിൽ ദൈവത്തിന്റെ മഹത്വം നിറയുന്നു. Beloved brothers and sisters, this is practical family Christianity. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, ഇതാണ് പ്രായോഗികമായ ക്രിസ്തീയ കുടുംബ ജീവിതം. I don't want to give you theoretical expositions on verses about the family in the Bible. കുടുംബജീവിതത്തെ കുറിച്ചുള്ള വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഉദ്ധരിച്ച് അതിന്റെ ഒരു വേദശാസ്ത്ര പഠനം നടത്തുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. Is your family life becoming glorious as the days go by? നാളുകൾ കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം അത് കൂടുതൽ മഹത്വകരമായി തീരുന്നുണ്ടോ? Or is it becoming hard and bitter and അല്ലെങ്കിൽ അത് കൂടുതൽ കഠിനവും കയ്പും നിറഞ്ഞതായി മാറുകയാണോ? is your family life better as the days go by and by and by? നാളുകൾ പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ കുടുംബജീവിതം കൂടുതൽ മനോഹരമാകുന്നുണ്ടോ? That is a question which somebody was telling me. Oh, you are traveling the train, both of you, you'll be bored thoroughly. എന്നോട് ആരാണ്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ട്രെയിനിൽ ഇത്ര ദൂരം യാത്ര ചെയ്യുകയാണോ, നിങ്ങൾക്ക് അവിടെ എത്തുമ്പോഴേക്ക് എല്ലാം മടുത്തു പോകും. I said, we will never be bored. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു മടുപ്പില്ല. We will never be bored. We will enjoy our trip. ഞങ്ങളുടെ ആ യാത്ര ആസ്വദിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും. People ask me, oh, you are retired now. ആൾക്കാർ ചോദിക്കും, ഓ റിട്ടയർ ആയല്ലേ, ഓ എല്ലാം കഴിഞ്ഞോ? What will you do? നിങ്ങൾ എന്താ ചെയ്യുന്നേ? How do you spend time? നിങ്ങൾ എങ്ങനെ സമയം ചെലവഴിക്കും? I know. You are bored to death at home. നിങ്ങൾ വീട്ടിലിരുന്ന് അങ്ങ് ബോറടിച്ച് പോകുമല്ലോ. I said, I have no time at home. എനിക്ക് വീട്ടിൽ സമയമേ ഇല്ല എന്നാണ് ഞാൻ പറയാറുള്ളത്. I am very, very busy. I'm so excited. എനിക്ക് വീട്ടിലും നല്ല തിരക്കാണ്, എനിക്ക് വളരെ ഉത്സാഹമാണ്. I want to show one verse for sisters. ഞാൻ സഹോദരിമാർക്ക് ഒരു വാക്യം കൂടെ കാണിക്കട്ടെ. Well, I have some more verses. Okay. It says about Eve that when he delivered a child, she said something. ഹവ്വ ഒരു മകനെ പ്രസവിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ അവിടെ കാണിക്കാം. You know what she said? അവിടെ എന്താണ് പറഞ്ഞതെന്നറിയാമോ? I have gotten a man child with the help of the Lord. എനിക്ക് യഹോവയാൽ എനിക്ക് ഒരു പുരുഷ പ്രജ ലഭിച്ചു. In the New English translation it says, പുതിയ ഇംഗ്ലീഷ് തർജ്ജിമയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. NET says, I have created a man just as the Lord did. ദൈവം സൃഷ്ടിച്ചതുപോലെ ഞാൻ ഒരു പുരുഷ പ്രജയെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ഹവ്വ പറഞ്ഞത് എന്നാണ് ആ തർജ്ജിമയിൽ. Dear sisters, do you know the attitude of Eve there? അവിടെ ഹവ്വയുടെ മനോഭാവം നിങ്ങൾക്ക് അറിയാമോ? I have created a man just as the Lord did it. ദൈവം ചെയ്തതുപോലെ ഞാൻ ഒരു പുരുഷ പ്രജയെ സൃഷ്ടിച്ചിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു. Just as the Lord did, I also did. ദൈവം സൃഷ്ടിച്ചതുപോലെ ഞാനും സൃഷ്ടിച്ചിരിക്കുന്നു. Oh, and you know what happened? Such a son. അങ്ങനെയുള്ള ഒരു മകന് എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? He became a murderer, Cain. കയീൻ അവൻ ഒരു കൊലപാതകനായി മാറി. It was the spirit of Lucifer. അത് ലൂസിഫറിന്റെ ആത്മാവായിരുന്നു. I'll be like God. ഞാൻ ദൈവത്തെ പോലെയാകും. I'll be like the Most High. ഞാൻ ദൈവത്തെ അത്യുന്നതന് സമനാകും. What happened to your child? നിങ്ങളുടെ ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു? That child became a murderer. ആ മകൻ ഒരു കൊലപാതകനായി മാറി. I believe that Eve learned a lesson. ഹവ്വ ഒരു പാഠം അതിലൂടെ പഠിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു. And then it says in verse 26. 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. It says there 25, God has appointed me another offspring in place of Abel, for Cain killed him. അവിടെ 25-ാം വാക്യത്തിന്റെ അവിടെ പറയുന്നത്, കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറയുന്നു. God has given me another child. ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു. A humbled Eve's reaction is like that. ഒരു താഴ്മയുള്ള ഹവ്വയുടെ മനോഭാവം അങ്ങനെയാണ്. But earlier it was not like that. എന്നാൽ അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. Just like God, I also created a man child. ആദ്യം പറഞ്ഞത് ഞാൻ ഒരു പുരുഷ പ്രജയെ സൃഷ്ടിച്ചു ദൈവം ചെയ്തതുപോലെ എന്നാണ്. Just like God did. ദൈവം ചെയ്തതുപോലെ. But here she humbled herself and said, now God has given me a child. എന്നാൽ ഇവിടെ തന്നെ താഴ്ത്തിക്കൊണ്ട് അവൾ പറയുന്നു,
എനിക്ക് ദൈവം എനിക്കൊരു സന്തതിയെ നൽകി. Do you know, dear sisters, is a promise I want to give you this. ഞാൻ സഹോദരിമാരെ നിങ്ങൾക്ക് ഈ ഒരു വാഗ്ദത്തം ഞാൻ നൽകട്ടെ. 26. 26-ാം വാക്യം. And it says to him also, a son was born, and he called his name Enosh. Then men began to call upon the name of the Lord. ഷേത്തിനും ഒരു മകൻ ജനിച്ചു, അവന് ഏനോഷ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. Just imagine that you can have a child when you are in a humble state. You can have a child, and through that child people will call upon the Lord. Oh, what a blessing. നിങ്ങൾക്ക് താഴ്മയുള്ള ഒരു മനോഭാവത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ കാലഘട്ടത്തിൽ ആളുകൾ ദൈവത്തെ അന്വേഷിക്കാനായിട്ട് തുടങ്ങുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. What a promise that we have. നമുക്ക് ഉള്ള വാഗ്ദത്തം എത്ര വലുതാണ്. That if the Lord can tell us that a child you will have, and that child will help people to call upon the name of the Lord. നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മകൻ, ആ മകനിലൂടെ അല്ലെങ്കിൽ മകളിലൂടെ മറ്റുള്ളവർക്ക് ദൈവത്തെ അന്വേഷിക്കാനായിട്ട്, ദൈവത്തെ വിളിക്കാനായിട്ട് അവസരമുണ്ടാകുമെന്ന് പറയുന്ന എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. I want to say one more thing to sisters. ഒരു കാര്യവും കൂടെ സഹോദരിമാരോട് പറയട്ടെ. In Ephesians chapter 5. എഫേസ്യ ലേഖനം 5-ാം അധ്യായം. Immediately sisters may think that, okay, brother is going to say sisters, wives submit to the husbands. നിങ്ങൾ ഉടനെ ചിന്തിച്ചേക്കാം, പറയാൻ പോകുന്നത് സഹോദരിമാരെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത് എന്നായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ വന്ന ചിന്ത. No, you are wrong. അതല്ല. നിങ്ങൾ I am not going to say that. അത് ഞാനിപ്പോ പറയുന്നില്ല. I am going to say something better than that. അതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല കാര്യമാണ് പറയാൻ പോകുന്നത്. In chapter 5 verse 33. 5-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം. Let each individual among you also love his own wife even as himself, and let the wife see to it that she respect her husband. അവിടെ verse 33, 5:33. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനെ സഭയും ഉദ്ദേശത്തിലെ പറയും, നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാവുന്നു എന്നാണ് മലയാളത്തിൽ. That's an old translation of Malayalam. പഴയ ട്രാൻസ്ലേഷൻ. But then as it says, respect, ബഹുമാനിക്കണം. ഭാര്യയോ ഭർത്താവിനെ ബഹുമാനിക്കണം. I have lost count of brothers who have told me that, brother, the problem is that my wife does not respect me at all. എന്നോട് എത്ര സഹോദരന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന്റെ എണ്ണം നഷ്ടപ്പെട്ടു പോകുന്നു. പലരും പറഞ്ഞിട്ടുണ്ട്, സഹോദര, എന്റെ ഭാര്യ വീട്ടിൽ എനിക്ക് ഒരു ബഹുമാനവും തരുന്നില്ല. Dear sisters, can you do just this small thing? പ്രിയ സഹോദരിമാരെ, നിങ്ങൾക്ക് ഈ ചെറിയ കാര്യം ചെയ്യാൻ പറ്റുമോ? Can you speak respectfully to your husband? നിങ്ങളുടെ ഭർത്താക്കന്മാരോട് ബഹുമാന പരസ്പരം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമോ? Especially when other people are around. പ്രത്യേകിച്ച് മറ്റുള്ളവർ അവിടെ ഉള്ളപ്പോ. That other times, it's a matter of growth. Other times, if you do not know how to speak respectfully to your husband, then it is okay. ഇത് എല്ലാ സമയത്തും അങ്ങനെ ആയിരിക്കുന്നത് ഒരു വളർച്ചയാണ്. ഒരുപക്ഷെ മറ്റുള്ളവരില്ലാത്ത സമയത്ത് നിങ്ങൾ അങ്ങനെ ബഹുമാനമില്ലാതെ സംസാരിച്ചേക്കാം. It is okay. അങ്ങനെയെങ്കിൽ അത് കുഴപ്പമില്ല. I'm not trying to say that it is okay, but I'm trying to say it is a matter of growth. അത് ശരി, അത് കുഴപ്പമില്ല എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷെ നിങ്ങൾ വളരണം. നിങ്ങൾ വളർന്ന് എല്ലാ സമയത്തും ബഹുമാനത്തോടെ സംസാരിക്കാനായിട്ട് പഠിക്കണം. But first step is, എന്നാൽ ആദ്യത്തെ പടിയായിട്ട്, that's all I'm saying, അത് മാത്രമാണ് ഞാൻ പറയുന്നത്. But as a first step, learn to respect your husband at least in front of others. നിങ്ങൾ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിലെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെ ബഹുമാനിക്കാനായിട്ട് പഠിക്കുക. I feel so embarrassed at times when I visit certain homes. ചില വീടുകൾ ചില സമയത്ത് പോകുമ്പോൾ എനിക്ക് വളരെ ലജ്ജ തോന്നാറുണ്ട്. The way in which the wife interacts with the husband. ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്ന രീതി കാണുമ്പോൾ I feel so embarrassed. എനിക്ക് വളരെ ലജ്ജ തോന്നാറുണ്ട്. Or when they talk to me about him. അല്ലെങ്കിൽ എന്നോട് ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ. Dear sisters, it should not be like that among us. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ഇടയിൽ അങ്ങനെ ആകരുത്. Learn to respect your husband. നിങ്ങളുടെ ഭർത്താവിനെ ബഹുമാനിക്കാനായിട്ട് പഠിക്കുക. Learn to respect your husband. നിങ്ങളുടെ ഭർത്താവിനെ ബഹുമാനിക്കാൻ പഠിക്കുക. And then another thing which many brothers feel that,
Don't look at me, look at Jesus. പല സഹോദരന്മാരും പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എന്നെ നോക്കണ്ട, കർത്താവിനെ നോക്കുക. That is not correct. That is not on. That is not correct in the new covenant churches. പുതിയ നിയമസഭയിൽ അങ്ങനെയല്ല പ്രമാണം, അത് ശരിയല്ല. Now we cannot say that, don't look at me. എന്നെ നിങ്ങൾ നോക്കണ്ട എന്ന് നമുക്ക് പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല. Don't look at me, look at Christ. എന്നെ നോക്കണ്ട, കർത്താവിനെ നോക്കിക്കോ എന്ന് പറഞ്ഞ് നമുക്ക് മാറാൻ പറ്റുകയില്ല. Our children have to look at us. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ നോക്കണം. Our children have to look at me as a father. കുഞ്ഞുങ്ങൾക്ക് എന്നെ ഒരു പിതാവ് എന്ന നിലയിൽ എന്നെ നോക്കണം. And then as daughters they have to look at you. പെൺകുഞ്ഞുങ്ങൾ എന്ന നിലയിൽ നിങ്ങളെ നോക്കണം. That is what Paul says. പൗലോസ് അതാണ് പറയുന്നത്. Be imitators of me. നിങ്ങൾ എന്റെ അനുകാരികളാകുവീൻ എന്ന് പൗലോസ് പറയുന്നു. Follow me. എന്നെ പിൻപറ്റുക. You should be able to say that to your boys. നിങ്ങളുടെ ആൺമക്കളോട് നിങ്ങൾക്കത് പറയുവാനായിട്ട് കഴിയണം. Follow me. നിങ്ങൾ എന്നെ പിൻപറ്റുക. This is how Papa did it. പപ്പ ഇങ്ങനെയാണ് ഈ കാര്യം ചെയ്തത്, നിങ്ങൾ എന്നെ പിൻപറ്റുക. When I had this particular issue like this, I did like this, Mone. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോ മോനെ ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. You should be able to say that as mothers. You should be able to tell that to your girls. നിങ്ങൾ അമ്മമാരെന്ന നിലയിൽ നിങ്ങളുടെ പെൺമക്കളോട് അങ്ങനെ പറയുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. I should be able to tell that to my sons. എന്റെ ആൺമക്കളോട് എനിക്ക് പറയുവാനായിട്ട് കഴിയണം. This is how I handle that particular problem. ആ പ്രശ്നം അന്ന് വന്നപ്പോൾ അന്ന് ഇങ്ങനെയാണ് ഞാൻ കൈകാര്യം ചെയ്തത്. And then they'll be able to follow that. അവർക്കത് പിൻപറ്റുവാനായിട്ട് കഴിയും. And never say that, don't follow me, look at Christ. Don't look at me. എന്നെ നോക്കണ്ട, എന്നെ പിൻപറ്റണ്ട, ക്രിസ്തുവിനെ നോക്ക് എന്ന് നിങ്ങൾ പറയരുത്. You should not say that. That sounds very spiritual. അത് വളരെ ഒരു ആത്മീകമാണെന്ന് തോന്നും. But that is not what the new covenant practice teaches us. എന്നാൽ പുതിയ നിയമത്തിന്റെ പ്രമാണങ്ങൾ അങ്ങനെയല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. It is something else. അത് വേറെ ചില കാര്യങ്ങളാണ്. That is, as fathers, the sons should be able to look at us. പിതാക്കന്മാർ എന്നുള്ള നിലയിൽ ആൺമക്കൾക്ക് നമ്മെ നോക്കുവാനായിട്ട് കഴിയണം. And then about the husband, it says, understand your wives, it says. ഇവിടെ ഭർത്താക്കന്മാരോട് പറയുന്നത് ഭാര്യമാരെ മനസ്സിലാക്കണം എന്ന് പറയുന്നു. You should be able to understand the particular needs of your wife. നിങ്ങളുടെ ഭാര്യയുടെ പ്രത്യേക ആവശ്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയണം. Do you know this passage in John chapter 7? യോഹന്നാൻ 7-ാം അധ്യായത്തിലെ ഈ വാക്യങ്ങൾ. Matthew chapter 7. മത്തായി 7 ഈ ഭാഗം നിങ്ങൾക്കറിയാമോ? It is very, very interesting. മത്തായി 7 ഈ ഭാഗം വളരെ രസകരമാണ്. Verse 9 it says, അവിടെ 9-ാം വാക്യം, if they ask a fish, will you give a snake? അവിടെ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? When they ask for bread, will you give a stone? അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? And in the parallel passage in Luke says, if they ask for an egg, will you give a scorpion? അവിടെ ലൂക്കോസിൽ അതിനോട് സമാനമായ ഭാഗത്ത് പറയുന്നത്, നിങ്ങൾ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? Understand your wives. നിങ്ങളുടെ ഭാര്യയെ മനസ്സിലാക്കുക. Please understand your wife. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ മനസ്സിലാക്കുക. Try to understand what is Peter says, understand your wives. പത്രോസ് പറയുന്നു, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ മനസ്സിലാക്കുക. Live with an understanding way, it says. 1 Peter chapter 3. I thought all of you know that. 1 പത്രോസ് 3-ാം അധ്യായം 7, verse 7. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അവിടെ എങ്ങനെയാണല്ലോ പറയുന്നത്, വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിക്കുക. Again, vivekam. That is, understand means, try to understand her weakness. ഭാര്യയുടെ ബലഹീനത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. For example, sometimes she says some problem. ചില സമയത്ത് ഭാര്യ എന്തെങ്കിലും ഒരു പ്രശ്നം പറയുന്നു. How to do this or what to do about it? എന്ത് ചെയ്യും ഈ കാര്യത്തിന്, എന്ത് ചെയ്യാൻ പറ്റും? See, we immediately, husbands, we think that and we are the head of the department. ഉടനെ ഭർത്താക്കന്മാർ ഉടനെ ചിന്തിക്കുന്നത്, നമ്മളാണല്ലോ ഈ ഇവിടുത്തെ തലവൻ. So she has got a big problem. അപ്പം ഭാര്യയ്ക്ക് ഇപ്പൊ വലിയൊരു പ്രശ്നമുണ്ട്. Now I have to analyze the problem. ഇപ്പൊ എനിക്ക് പ്രശ്നം എന്തൊക്കെയാണെന്നൊന്ന് വിശകലനം ചെയ്യണം. And then I have to give the suggestion.
എനിക്കൊരു അഭിപ്രായം പറയണം. Okay, you can do like this, 1, 2, 3, 4. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, 1, 2, 3, 4. Lo behold, your problem is over. ഇപ്പൊ ഇതിന്റെ പ്രശ്നം തീർന്നല്ലോ. You have provided a suggestion. You have provided a solution. നിങ്ങളൊരു സൊല്യൂഷൻ കൊടുത്തു, and wife is not at all happy. ഭാര്യയ്ക്ക് ഒട്ടും സന്തോഷമില്ല. Wife is very upset and angry with you. ഭാര്യയ്ക്ക് അപ്പോഴും വളരെ നിങ്ങളോട് ദേഷ്യമാണ്. And you think that you said a problem, I gave you a solution. What is the problem? Why are you upset about it? നീ ഒരു പ്രശ്നം പറഞ്ഞു, ഞാൻ അതിന് പരിഹാരം അല്ലേ നിർദ്ദേശിച്ചത്, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ മുറിപ്പെടുന്നത്? Why are you still upset about me? I can't understand. Why don't you just open your mouth and tell me? നിനക്ക് എന്താണ് ഇപ്പൊ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലോ, നീ പറയ്. Just open your mouth and tell me. നീ വായ തുറന്ന് എന്താണ് പറഞ്ഞേ? And the more you ask, the tighter the lips become. അപ്പൊ നിങ്ങൾ കൂടുതൽ ചോദിക്കും തോറും അത് കൂടുതൽ വായ മുറുക്കി അടക്കുകയാണ് ഭാര്യ ചെയ്യുന്നത്. In an understanding way. അപ്പൊ വിവേകത്തോടെ. Lord, what is the understanding way that I should have now? ഇപ്പൊ ഞാൻ എങ്ങനെയാണ് വിവേകത്തോടെ പെരുമാറുക? Wife didn't want any solution from you. നിങ്ങളിൽ നിന്ന് ഒരു പരിഹാരമായിരുന്നില്ല ഭാര്യ പ്രതീക്ഷിച്ചത്. She has a problem. ഭാര്യയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. And she has diagnosed the problem. പ്രശ്നമൊക്കെ ഭാര്യ അത് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. And she has got the treatment for it also. അതിന്റെ എന്താണ് ചെയ്യേണ്ടതെന്നും ഭാര്യയ്ക്ക് അറിയാം. Then Lord, why did she ask me all this? പിന്നെ എന്തിനാ എന്നോട് ഇതൊക്കെ ചോദിച്ചത്? Because she wanted you to listen. That's all. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കേൾക്കണം, അത്രേ ഉള്ളൂ. You should listen and listen and listen and listen. നിങ്ങൾ കേൾക്കുക, കുറച്ചുകൂടെ കേൾക്കുക. That's all. She doesn't want any solution. അത്രേ ഉള്ളൂ. വേറെ നിങ്ങൾ അതിനൊരു പരിഹാരം ഒരു എക്സ്പെർട്ടിനെ പോലെ കൊടുക്കണ്ട. We think that, poor thing, she doesn't know anything. I should, as a man of the house, I should give solution. She doesn't need any solution. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഇവിടുത്തെ തലയായിട്ടുള്ള ഇതിനൊരു പരിഹാരം അങ്ങോട്ട് കൊടുക്കണം, അവക്ക് എന്ത് പാവം, അവക്കൊന്നും അറിയില്ല എന്നുള്ളൊരു മനോഭാവമാണ് നിങ്ങൾക്ക്. She is asking for fish. അവള് മീനാ ചോദിക്കുന്നത്. And you are giving snake. നിങ്ങൾ എന്നിട്ട് പാമ്പിനെയാ കൊടുക്കുന്നത്. What is a snake? എന്താ പാമ്പ്? The solution for the problem. ഈ പ്രശ്നത്തിന്റെ നിങ്ങൾ കൊടുക്കുന്ന പരിഹാരം, അതാണ് പാമ്പ്. That is not what she wants. അതല്ല അവൾക്ക് വേണ്ടത്. She wants some fish. അവൾക്ക് വേണ്ടത് ചില മീന്. Please listen to me. Please listen to me. എന്നെ ഒന്ന് കേൾക്കുക, എന്നെ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക. Don't break my conversation. ഇത് പിന്നെ മലയാളത്തിൽ പറയും തോക്കി കയറി വെടിവെക്കുക. ഞാൻ പറഞ്ഞോട്ടെ, അതിനിടയ്ക്ക് ഇങ്ങനെ കയറി വെടിവെക്കാതെ. And she just starts 1 minute, 2 minutes, and by the time you are with solution, hey, come on, listen, 1, 2, 3, 4, 5. ഭാര്യ ഒന്ന് പറഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. തുടങ്ങുമ്പോഴേക്കും നിങ്ങളത് പറയാൻ പോലും സമ്മതിക്കുന്നില്ല. 1, 2, 3 നിങ്ങൾ പരിഹാരവുമായിട്ട് മുമ്പോട്ട് ചെല്ലുകയാണ്. She doesn't want that. അവൾക്ക് അത് വേണ്ട. She doesn't want that. She just wants you to listen. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി, കേട്ടാ മാത്രം മതി. Try to understand. വിവേകത്തോടെ ഭാര്യയെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. What does she want in this particular situation? ഈ സാഹചര്യത്തിൽ എന്താണ് ഭാര്യയ്ക്ക് ആവശ്യമുള്ളത്? She has cooked everything well or not so well. ഒരുപക്ഷെ എല്ലാം നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അത് നന്നായില്ല. Whatever it is, she has cooked. She has labored, cooked. എന്തായാലും അത് വളരെ അധ്വാനിച്ച് ഉണ്ടാക്കിയല്ലോ. And then you are having your lunch. അപ്പൊ എന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. And in between you find long hair. അപ്പൊ ഇടയ്ക്ക് നിങ്ങൾക്കൊരു നീണ്ട മുടി കിട്ടി. നിങ്ങൾ ദീർഘശ്വാസം വിടുന്നു. I think I'll wash my hands and I'll go. I don't want. കൈ കഴുകി, എനിക്ക് വേണ്ട, എഴുന്നേറ്റ് പോകുന്നു. No. അങ്ങനെയല്ല. Remove the hair. After all, it is my wife's hair. അത് നിങ്ങളെന്താ ഒരു മുടി അങ്ങ് എടുത്ത് മാറ്റുക, അതിന്റെ ഭാര്യയുടെ മുടിയല്ലേ. You have not employed anyone else outside. നിങ്ങൾ ഏതായാലും വേറെ ആരെയും അവിടെ ജോലിക്ക് വെച്ചിട്ടില്ലല്ലോ.
Even if it is outside also, they are not unclean people. They also take bath every day in the morning and all. പുറത്തുനിന്നുള്ള ഒരാളാണെങ്കിൽ പോലും അത് സാരമില്ല, അവരും കുളി വൃത്തിയുള്ളവരാണ്, സാരമില്ല, ഒരു മുടി വീണെന്ന് വിചാരിച്ചെന്താ. And then you say, what is this? I think you had to put a cap on your this when you are cooking. This is too much. Who can eat all this? I don't want all this. അല്ലെങ്കിൽ അപ്പൊ ഉടനെ ഭർത്താവിന് ദേഷ്യം വരുന്നു, ഇതെന്താണ് ഇതിങ്ങനെ ഭക്ഷണത്തിൽ മുടിയൊക്കെ വന്നാലോ, നീ ഇത് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നീ തലയിൽ തൊപ്പി ഇട്ടിട്ട് വേണം ഉണ്ടാക്കാൻ. From now onwards, from tomorrow onwards, I'll get some caps for you. Right now, I'm going to the town. നാളെ മുതൽ ഞാൻ ഇപ്പൊ പോവാണ്, ഞാൻ കുറെ തൊപ്പി മേടിച്ചോണ്ട് വരാം, നീ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തൊപ്പി ഇട്ടുകൊണ്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ. And you pass all types of laws and rules and regulations. You pass all the laws in the parliament. നിങ്ങൾ പാർലമെന്റിലെ നിയമം ഉണ്ടാക്കുന്നത് പോലെ പല നിയമങ്ങളും നിങ്ങൾ ഉണ്ടാക്കി അവിടെ നിങ്ങളുടെ വീട്ടിൽ പാസ്സാക്കുക. What happens at home? എന്താ വീട്ടിൽ സംഭവിക്കുന്നത്? Heaven doesn't come down and glory doesn't fill the home. Devil comes down and hell fills the home. സ്വർഗം ഇറങ്ങി വന്ന് ദൈവത്തിന്റെ മഹത്വം വീട്ടിൽ നിറയുന്നതിന് പകരം പിശാച് ഇറങ്ങി വന്ന് നരകമാണ് വീട്ടിൽ നിറയുന്നത്. She wanted bread. ഭാര്യയ്ക്ക് അപ്പമായിരുന്നു വേണ്ടത്. You are giving stones. നിങ്ങൾ കുറെ കല്ലാണ് തള്ളിക്കൊടുക്കുന്നത്. She wanted some appreciation for the struggle that she was doing from morning. Cooking. You were sitting in your bedroom and reading through the Bible. ഭാര്യ രാവിലെ മുതൽ ഭക്ഷണം ഉണ്ടാക്കുകയാണ്, അധ്വാനിക്കുകയാണ്, അടുക്കളയിൽ അധ്വാനിക്കുകയാണ്. നിങ്ങള് അവിടെ ബെഡ്റൂമിൽ ഇരുന്ന് ത്രൂ ദ ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഭാര്യയ്ക്ക് വേണ്ടത് ബൈബിൾ itself. അല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ തന്നെയാ വായിക്കുന്നത്. Or you are hearing the latest message of brother Zach. അല്ലെങ്കിൽ സാക് ബ്രദറിന്റെ ഏറ്റവും പുതിയ സന്ദേശം കേട്ടോണ്ടിരിക്കുകയാണ്. The poor thing is working in the kitchen in the hot oven and fire, and she's sweating and hungry and tired, and you're not bothered about anything. ഭാര്യ അവിടെ അടുക്കളയിൽ ആകെ ക്ഷീണിച്ച് വേർത്ത് ആ പൊടിയിലും ആ ചൂടിലും അങ്ങനെ ആയിരിക്കുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. ഭാര്യയ്ക്ക് വേണ്ടത് ഒരു അഭിനന്ദനത്തിന്റെ ചില വാക്കുകളാണ്. She wanted, that's nice. Other hair, your hair, that's why it is more tasty. മുടി കിട്ടിയാൽ അത് ഭാര്യ കണ്ടെങ്കിൽ ചുമ്മാ അല്ലേ, നിന്റെ മുടി ആയതുകൊണ്ടായിരിക്കും ഇതിന് ഇച്ചിരി ടേസ്റ്റ് കൂടുതലുണ്ടല്ലോ എന്ന് പറയുക. നമ്മളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. സാരമില്ല. Dear brothers, dear sisters, let us take courage. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, നമുക്ക് ഉത്സാഹം പ്രാപിക്കാം. One more thing I want to say before I close. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. How shall we raise our children? എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട് കഴിയുക? I always thought that it is the responsibility of parents. ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം ആണ് എന്നാണ്. That is what you all have thought. നിങ്ങളൊക്കെ അങ്ങനെയായിരിക്കും ചിന്തിച്ചത്. Till the Lord showed me these words. എന്നാൽ ഈ ഒരു വാക്യം എന്നെ കാണിച്ചപ്പോൾ എന്റെ Colossians chapter 3 verse 21. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. Fathers, do not exasperate your children that they may not lose heart. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. Dear fathers, it is your job. പ്രിയ പിതാക്കന്മാരെ, അത് നിങ്ങളുടെ ജോലിയാണ്. How to raise your children is your job. കുഞ്ഞുങ്ങളെ വളർത്തുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. It doesn't say parents do not exasperate your children that they may lose heart. It doesn't say that. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ ആ രീതിയിൽ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിതാക്കന്മാരെ, പിതാക്കന്മാരെ, it is the responsibility of fathers to raise our children for the Lord. നമ്മുടെ മക്കളെ ദൈവത്തിനായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഉത്തരവാദിത്വം അത് പിതാക്കന്മാർക്കാണുള്ളത്. That is the responsibility of the fathers. അത് പിതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. Don't try to put the blame on your wife.
നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭാര്യയുടെ മേൽ പഴി ചാരരുത്. You should not say that you are at home, you should have taken care of the children and that's why they are going bad with the friends. നീ വീട്ടിലുണ്ടായിരുന്നല്ലോ, നീ നോക്കാത്തതുകൊണ്ടാണ് അവര് പിള്ളേരിങ്ങനെ സുഹൃത്തുക്കളുമായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് ഒരിക്കലും ഭാര്യയെ പഴി ചാരരുത്. That is not the responsibility of the mothers. I'm sorry to say that. അത് അമ്മയുടെ ഉത്തരവാദിത്വമല്ല. ഞാനത് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പിതാക്കന്മാരത് കേൾക്കണം. It is the responsibility of the fathers. അത് പിതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. Last week I was counseling a family. കഴിഞ്ഞ ആഴ്ച ഞാനൊരു കുടുംബത്തോട് സംസാരിക്കുകയായിരുന്നു. A few elders. ഞങ്ങളെ ചില മൂപ്പന്മാര് ഒന്നിച്ചിരുന്ന് അവരോട് സംസാരിക്കുകയായിരുന്നു. Talking to a family. ഒരു കുടുംബത്തോട്. And you know the complaint of the wife? ഭാര്യയുടെ പരാതി എന്തായിരുന്നു അറിയാമോ? Husband is so busy in the office. ഭർത്താവ് ജോലി സ്ഥലത്ത് വളരെ തിരക്കാണ്. He comes home by 6 o'clock. വൈകുന്നേരം 6 മണിക്കാണ് ഭർത്താവ് വരുന്നത്. But brother, do you know one thing? സഹോദര, ഒരു കാര്യം അറിയാമോ? He doesn't spend any time with my 2 boys. എന്റെ 2 ആൺമക്കളുണ്ട്, അവരുമായിട്ട് ഈ ഭർത്താവ് ഒരു സമയവും ചെലവഴിക്കുന്നില്ല. Doesn't spend any time with my children, with our children. ഞങ്ങളുടെ മക്കളുമായിട്ട് അദ്ദേഹം ഒരു സമയം ചെലവഴിക്കുന്നില്ല. Then I asked him, brother, what do you do reaching at home at 6 o'clock? നിങ്ങൾ 6 മണിക്ക് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് സഹോദര താങ്കൾ എന്താ ചെയ്യുന്നത്? And he just smiled at me. എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. And then sister said, brother, I'll tell you. അപ്പം സഹോദരി പറഞ്ഞു, സഹോദര ഞാൻ പറയാം. Sister was saying that as soon as he comes, he takes bath and have tea and all that. വന്ന ഉടനെ തന്നെ അദ്ദേഹം കുളിക്കും, ചായ കുടിക്കും. And then he sits with tabla. അതിനുശേഷം തബലയുമായിട്ടിരിക്കും. He wants to practice in the tabla for playing on Sunday. ഞായറാഴ്ച തബല മീറ്റിംഗിൽ തബല വായിക്കാനായിട്ട് തബല പ്രാക്ടീസ് ആണ് വീട്ടില്. And then I said, okay, tabla practice is for half an hour. Then തബല പ്രാക്ടീസ് ഒരു അരമണിക്കൂറല്ലേ ഉള്ളൂ. പിന്നെ then what do you do? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? Then sister said, brother, I'll tell you something. സഹോദരൻ ഞാൻ പറയാം ഒരു കാര്യം. He bought a trumpet. ഒരു ഊതുന്ന കാഹളത്തിന്റെ ഒരു സാധനം അത് വാങ്ങി. Now he is practicing that. ഇപ്പൊ അതും പ്രാക്ടീസ് ചെയ്യാണ്. Then we had to tell him. അപ്പൊ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് പറയേണ്ടി വന്നു. Which is more important, tabla, trumpet or your children? Which is more important? ഏതാണ് പ്രധാനം? നിങ്ങളുടെ തബലയാണോ ഈ കാഹളമാണോ അതോ നിങ്ങളുടെ മക്കളാണോ? Which is more important? എന്താണ് കൂടുതൽ പ്രധാനം? Again, the husband gave me a very diplomatic smile. പിന്നെയും ഭർത്താവ് ഒരു ചിരിയാണ് പാസാക്കിയത്. Then we had to tell him. അപ്പൊ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് പറയേണ്ടി വന്നു. Dear brothers, they don't want to spend time with the children. പ്രിയ സഹോദരങ്ങളെ, അവർക്ക് മക്കളോടൊപ്പം സമയം ചെലവഴിക്കാനില്ല, അതിനുള്ള താല്പര്യവുമില്ല. Because spending time with children is little difficult. കാരണം ഈ മക്കളുമായിട്ട് സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. It is little difficult. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. I said, brother, you will know the effect. The children are just 7 years and 3 years. 7 വയസ്സും 3 വയസ്സും മാത്രം പ്രായമുള്ള മക്കളാണ്. I said, brother, what will they become when they are 20 and 18 and 17? നിങ്ങൾ ഇന്ന് അവരോടൊപ്പം സമയം ചെലവഴിച്ചില്ലെങ്കിൽ 18ഉം 20ഉം വയസ്സാവുമ്പോ അവരുടെ സ്ഥിതി എന്തായിരിക്കും? What will happen to these children, brother? ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? Brother, please take it seriously. സഹോദര, വളരെ ഗൗരവമായിട്ട് ഈ കാര്യം എടുക്കുക. Please spend time with your children. നിങ്ങളുടെ മക്കളോടൊപ്പം സമയം ചെലവഴിക്കുക. All these things are unimportant. നിങ്ങളുടെ തബലയും മറ്റെല്ലാ കാര്യങ്ങളും അത് പ്രധാനമല്ല. If you do not practice tabla, you need not even play in the church. Playing in the church is not important. സഭയിൽ ഇത് വായിക്കുന്നത് പ്രധാനമല്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വായിക്കണ്ട. Without having godly families, how can we have a godly church? നിങ്ങൾക്ക് ദൈവഭക്തിയുള്ള കുടുംബങ്ങളില്ലാതെ എങ്ങനെയാണ് നമുക്ക് ദൈവഭക്തിയുള്ള ഒരു സഭ ഉണ്ടാവുന്നത്? Build up a godly family. ഒരു ദൈവഭക്തിയുള്ള കുടുംബത്തെ നിങ്ങൾ ഉണ്ടാക്കുക. Build up a godly family. ദൈവഭക്തിയുള്ള കുടുംബത്തെ ഉണ്ടാക്കുക. Spend time with the children. കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുക. Let them play with you. അവര് നിങ്ങളോടൊപ്പം കളിക്കട്ടെ. Let them climb onto your shoulders. അവര് നിങ്ങളുടെ പുറത്ത് കയറട്ടെ. Let them take out your specs and play with it. അവരുടെ നിങ്ങളുടെ കണ്ണാടി വലിച്ചൂരി അത് വെച്ച് കളിക്കട്ടെ. Oh, it will be broken. കണ്ണാടി പൊട്ടിപ്പോവും. So what? കണ്ണാടി പൊട്ടിയാൽ എന്ത് സംഭവിക്കും? Buy a new one.
ഒരു പുതിയ വാങ്ങുക. That is only 5,000 rupees. അത് 5,000 രൂപയാവുമായിരിക്കും. But what about your children? എന്നാൽ നിങ്ങളുടെ മക്കളോ? That is crores. അത് കോടികൾ വിലയുള്ളതാണ്. Don't lose your children. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നഷ്ടപ്പെടരുത്. Once a very godly man was speaking to the families in a conference. ഒരു ദൈവഭക്തിയുള്ള മനുഷ്യൻ ഒരു കോൺഫറൻസിൽ കുടുംബങ്ങളോട് സംസാരിക്കുകയായിരുന്നു. And then one of the young families were sitting there. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ യുവ കുടുംബം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. And this child was sitting on his shoulder. ഈ കുഞ്ഞ് അവന്റെ തോളിൽ ഇരിക്കുകയായിരുന്നു. And disturbing him, making him unable to listen to the message. ഈ മെസ്സേജ് ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവിടെ പുറകിലിരുന്ന ഒരു യുവ കുടുംബത്തിന്റെ അപ്പന്റെ തോളിൽ കുഞ്ഞിരുന്ന് ഇങ്ങനെ അവനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. And then he was scolding him and making him, because he wanted to listen to the message. അപ്പൊ അദ്ദേഹത്തിന് ആ പിതാവിന് ഇത് സന്ദേശം കേൾക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഈ മോനെ വഴക്ക് പറഞ്ഞ് അവനെ ഒന്ന് ഒതുക്കാൻ നോക്കുകയാണ്. Then the brother who was sitting near him, അവനടുത്ത് ഇരുന്ന ഒരു സഹോദരൻ, another very godly young man, godly man, ഒരു വളരെ ദൈവഭക്തിയുള്ള ഒരു സഹോദരൻ, he said, brother, it is not important that you listen to the message. അദ്ദേഹം പറഞ്ഞു, സഹോദര, നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുക എന്ന് പറയുന്നത് അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല. Play with your child. നിന്റെ മോനോടൊപ്പം കളിക്ക്. Now he is coming to you. ഇപ്പോ അവൻ നിന്റെ അടുത്തേക്ക് വരുന്നുണ്ടല്ലോ. He is coming to you. He is playing with you. ഇപ്പോ അവൻ നിന്റെ അടുത്ത് വന്ന് നിന്നോടൊപ്പം കളിക്കുന്നുണ്ടല്ലോ. A time will come. ഒരു സമയം വരും. When you want to play with him, he will not come to you. നീ അവനോടൊപ്പം കളിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോ നിന്റെ അടുത്തേക്ക് വരാതിരിക്കുന്ന ഒരു സമയം വരും. Then at the time you will say, please come. നീ വരാനായിട്ട് നീ ആഗ്രഹിച്ച് നീ വിളിക്കുമ്പോ they will not come. അവര് വരില്ല. Now he is coming voluntarily. ഇപ്പൊ അവൻ സ്വമേധയാ വരുന്നുണ്ടല്ലോ. Encourage that. അത് നിങ്ങൾ ഉത്സാഹിപ്പിക്കുക. Dear brothers, dear sisters, പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, spend time with your children. നിങ്ങളുടെ മക്കളോടൊപ്പം സമയം ചെലവഴിക്കുക. Spend time with your life partner. നിങ്ങളുടെ ജീവിത പങ്കാളിയോടൊപ്പം സമയം ചെലവഴിക്കുക. Try to understand what she wants now. ഇപ്പൊ എന്താണ് അവൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ വിവേകത്തോടെ മനസ്സിലാക്കുക. What does she need now? അവളുടെ ആവശ്യം എന്താണ്? Try to understand. You need the anointing of the Spirit to understand the wife's desires or needs. ഭാര്യയുടെ ആഗ്രഹങ്ങൾ, ഭാര്യയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമാണ്. And then sisters, one more thing I want to say. സഹോദരിമാരെ, ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. If you have got a particular need, please open your mouth and tell your husband. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വായ തുറന്ന് നിങ്ങളുടെ ഭർത്താവിനോട് പറയുക. This is another big complaint I have heard from many. Somebody is clapping the hand. So ആരോ പുറകിൽ നിന്ന് കൈ അടിക്കുന്നുണ്ട്. ഞാൻ പലരും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. Many people have told me this. അനേകര് പറഞ്ഞിട്ടുണ്ട്. Brother, can you just give the sisters one advice, not two, one. സഹോദരിമാർക്ക് ഒരു ഉപദേശം പറയാമോ? ഒന്ന്, രണ്ടല്ല, ഒന്ന്. When they need something, open their precious mouth and tell me. അവരുടെ ആ വിലയേറിയ വായ ഒന്ന് തുറന്ന് അവരുടെ ആവശ്യം എന്താണെന്നൊന്ന് പറയാനായിട്ടൊന്ന് അവരോടൊന്ന് പറയണം. I have told this to sisters. ഞാനത് സഹോദരിമാരോട് പറഞ്ഞിട്ടുണ്ട്. And you know what sisters have said with their precious mouth open? അവരുടെ ആ വിലയേറിയ വായൊക്കെ തുറന്നിട്ട് അവരെന്താ പറഞ്ഞതെന്നറിയാമോ? I need not tell all these things to my husband. He should know all these things. ഞാൻ എന്റെ ഭർത്താവിനോട് ഇതെല്ലാം പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ ഭർത്താവ് ഇതെല്ലാം മനസ്സിലാക്കിക്കോണം. He must understand. ഭർത്താവ് അത് മനസ്സിലാക്കണം. ഭർത്താവ് അത് കണ്ടുപിടിക്കണം. ഭർത്താവ് അത് അറിഞ്ഞിരിക്കണം. Please don't say like that. ദയവായിട്ട് നിങ്ങൾ അങ്ങനെ പറയല്ലേ. From today onwards, will you make a decision before the Lord? Lord, if there is a need, I'll open my mouth and tell. നിങ്ങൾ ഇന്നു മുതൽ ഒരു തീരുമാനം അങ്ങനെ എടുക്കുമോ? നിങ്ങൾക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വായ തുറന്ന് പറയുക. You just tell your husband. നിങ്ങളുടെ ഭർത്താവിനോട് പറയുക. I want this. Please, I don't want you to do this, or I want to do like this. Please, just open your mouth and say. നിങ്ങളുടെ വായ തുറന്ന് നിങ്ങൾ പറയുക, എനിക്കിത് വേണം, അല്ലെങ്കിൽ എനിക്കിത് ഇങ്ങനെ ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. നിങ്ങൾ വായ തുറന്ന് പറയുക. Sisters are poor learners, so let us be more patient with them. സഹോദരിമാര് അത്ര വേഗം പഠിക്കുന്നവരല്ല, അതുകൊണ്ട് അവരോട് ഇച്ചിരി ക്ഷമയോടെ ഇരിക്കുക. Galatians chapter 6 verse 1. One more verse and then I. ഒരു വാക്യം കൂടെ, ഗലാത്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം.
Brethren, if a man is caught in any trespass, you who are spiritual, restore such a one in a spirit of gentleness, each one looking to yourself, lest you to be tempted. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. There are two things it says there. അവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നു. One is in a spirit of gentleness. ഒന്ന് സൗമ്യതയുടെ ആത്മാവ്. Spirit of gentleness can come only when you cleanse your log inside. നിങ്ങൾക്ക് സൗമ്യതയുടെ ആത്മാവ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള തടി നിങ്ങൾ അതിനെ ശുദ്ധീകരിക്കണം, അത് എടുത്തു കളയണം. Understand that the very sin which you are correcting in another, your wife or another brother, you are also prone to that same fall. നിങ്ങളുടെ ഭാര്യയിൽ, നിങ്ങളുടെ അല്ലെങ്കിൽ മറ്റു കാണുന്ന ഒരു സഹോദരനിൽ നിങ്ങൾ തിരുത്തുവാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു മേഖലയിൽ തന്നെ നിങ്ങൾ വീഴുവാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. Share with another person with that fear. നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ ഒരു ഭയത്തോടു കൂടെ വേണം നിങ്ങൾ ഇടപെടാൻ. Dear brothers and sisters, പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, we have all failed. നാം എല്ലാവരും തോറ്റിട്ടുണ്ട്. As a failed husband, as a failed father, I am standing here. ഞാൻ ഇവിടെ നിൽക്കുന്നതും ഒരു തോറ്റ പിതാവ്, തോറ്റ ഭർത്താവ് എന്ന നിലയിൽ തന്നെയാണ്. I can't say that I have raised up my, I got a big family or anything like that. ഞാൻ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തി, എനിക്ക് നല്ലൊരു കുടുംബമാണ് എന്നൊന്നും എനിക്ക് അവകാശപ്പെടുവാനില്ല. If my children are good, it's only because of God's grace. എന്റെ മക്കൾ നല്ല വഴിയിൽ പോകുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കരുണ മാത്രമാണ്. It's only because of God's grace. ദൈവത്തിന്റെ കൃപ മാത്രമാണ് അതിന് കാരണം. If I love my wife and respect each other, it is only because of God's grace. ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അന്യോന്യം ബഹുമാനിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. It is the Lord's doing and it is marvelous in our eyes. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, അത് ഞങ്ങളുടെ കണ്ണുകളിൽ അതിശയകരമായിരിക്കും.